പെട്ടെന്നൊരു കാടമുട്ട കൊണ്ടുള്ള ഒരു മസാല ഉണ്ടാക്കാം. ഈ കോഴിക്കോട് ബീച്ചിലൊക്കെ പോകുമ്പോൾ ഈ കാടമുട്ട ഇങ്ങനെ വറുത്തിട്ട് മസാല ഉണ്ടാക്കിയിട്ട് ഓരോരോ പാത്രത്തിൽ ഓരോരുത്തർക്ക് ഇങ്ങനെ തരുമല്ലോ. അതേപോലത്തെ രുചിയിലും അതേപോലത്തെ കാടമുട്ട നമുക്കിന്ന് ഉണ്ടാക്കാം. നമുക്കിനി മുട്ട വേവിക്കാം. അടുപ്പത്ത് പാത്രം വെച്ചിട്ട് തീ കത്തിക്കാം. ഈ മുട്ട ഇനി നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം ഒന്നൊന്നായിട്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാം. ഇനി നമുക്ക് മുട്ട വെന്ത് അത് നമുക്കിനി എടുക്കാം. ഇത് വേഗം ചൂടാറാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലെടുത്തിട്ടത്. നമുക്കിനി മുട്ട വേവിച്ച ആ അടുപ്പത്ത് തന്നെ ചട്ടി വെക്കാം. ചട്ടി ചൂടായി നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. ഒരു സ്പൂണ് എണ്ണ. ഇത് ചെറിയ ചൂടിലാണ് വെക്കുക. ഈ സ്റ്റൗവിലൊക്കെ വെക്കുമ്പോൾ ചെറിയ തീയിൽ വെക്കുക, അല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോവുള്ളൂ. കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് ഇതിൽ ഒരു സ്പൂണ് മുളക് പൊടി ഇടാം. ഇതാ ഒരു അര സ്പൂണ് ചിക്കൻ മസാല പൊടി ഇടാം. ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി ഇടാം. ഒരു അര സ്പൂണ് നമ്മൾ വലിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഇത് 9 കാടമുട്ടയുള്ളു, അതിനുള്ള മസാലയാണ് കേട്ടോ. ഇതിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി മസാല വെന്തു. ഇനി നമുക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കുക. ചെറിയ തീയിലേ ഉണ്ടാക്കാവൂ. വല്ലാതെ തീ കൂടിയാലേ മസാലയും കരിയും. ഇത് ഒരു മുട്ടയുടെ വെള്ളയുടെ ഒരു മയമുള്ളത് പോവുകയും ചെയ്യും. അതിനാണ് ചെറിയ തീയിൽ ഇളക്കുക. ഇതിൽ തീ ഒന്നുമില്ല, ഇതിൽ വെറും കനൽ മാത്രമേ ഉള്ളൂ. അടുപ്പത്ത് സ്റ്റൗവിൽ വെക്കുമ്പോൾ നല്ല തീ കുറച്ച് വെക്കുക. ഇനിയിപ്പോൾ ആയി. നമ്മളെ കാടൻ മുട്ടയുടെ മസാല റെഡിയായി. ഇതേപോലെ തന്നെ നമുക്ക് കോഴിക്കോട്ട് ബീച്ചിൽ പോയാൽ ഉണ്ടാക്കി തരിക. കാടമുട്ട റെഡിയായി. കാടമുട്ട മസാല റെഡിയായി. ഇനി നമുക്കിതിലൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്.